ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിലെ ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 13ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വേക്കൻസീസും വെരിഫൈ ചെയ്തതിന് ശേഷമാണ് വീഡിയോസിൽ ഉൾപ്പെടുത്താറുള്ളത്. ഞാൻ പരമാവധി വെരിഫൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങളും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ജോബ്സിന് അപ്ലൈ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ജോബ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ക്യാഷ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരിക്കലും ക്യാഷ് കൊടുത്ത് ജോലി വാങ്ങാൻ ശ്രമിക്കാതിരിക്കുക. അപ്പം ഇങ്ങനെയുള്ളവര് നിങ്ങളെ സ്കാം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ വേണം ഈ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. ഒരിക്കലും ആർക്കും പൈസ ഒന്നും കൊടുക്കരുത്. അപ്പം നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് പോകാം. അപ്പം ആദ്യത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. അതായത് ഈ മാസം 18-ാം തീയതി, അതായത് ചൊവ്വാഴ്ച, ഈ വരുന്ന ചൊവ്വാഴ്ച രാവിലെ 9 മണി തൊട്ട് 11 മണി വരെ UAE അജ്മാനിലുള്ള വുഡ്ലം പാർക്ക് സ്കൂൾ, ഹമിദിയ അജ്മാനിലുള്ള വുഡ്ലം പാർക്ക് സ്കൂളിലേക്കുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ആണിത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് ഹോം റൂം ടീച്ചർ, അറബിക് ടീച്ചർ, ഇസ്ലാമിക് ടീച്ചർ, സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, വളരെ ഏറെ വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓരോ സബ്ജക്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പലയിടത്തും BEd മെൻഷൻ ചെയ്യുന്നില്ല. BSc അല്ലെങ്കിൽ MSc ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ BEd മെൻഷൻ ചെയ്തിട്ടുള്ള ചില വേക്കൻസികളുണ്ട്. അതിന് കൃത്യമായി BEd വേണം. അപ്പൊ നിങ്ങൾ ഇപ്പൊ കെമിസ്ട്രി ടീച്ചർ ആണെങ്കിൽ BSc അല്ലെങ്കിൽ MSc ഇൻ കെമിസ്ട്രി ആണ് പറയുന്നത്. BEd ഇവിടെ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ BEd ഇല്ല എങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ക്വാളിഫിക്കേഷൻ മിനിമം ഉണ്ടായിരിക്കണം. ഈ ക്വാളിഫിക്കേഷൻസ് ഇല്ല എങ്കിൽ നിങ്ങളെ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ CV അപ്ഡേറ്റഡ് CV ഉണ്ടായിരിക്കണം. പിന്നെ മോഫ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് UAE എംബസി അറ്റസ്റ്റേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ MOE അപ്രൂവൽ ഉള്ളവർക്ക് അഡ്വാൻറ്റേജ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല, അതുള്ളവർക്ക് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസന്റേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം ഈ ടീച്ചിങ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഈ സ്കൂളിന്റെ ലൊക്കേഷൻ കിട്ടി നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന പൊസിഷൻസ് UAE കറന്റ്ലി വിസിറ്റിംഗ് വിസയിലുള്ളവർക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നിങ്ങൾ വിസിറ്റിംഗ് വിസയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതിന് ഡയറക്റ്റ് വാക്ക് ഇൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് പറഞ്ഞിട്ടില്ല. ഓപ്പൺ വാക്ക് ഇൻ ആണ്. അപ്പൊ നിങ്ങൾ സ്കാൻ ചെയ്ത് ഈ ലൊക്കേഷനിലേക്ക് പോവുക. ലൊക്കേഷനിൽ പോയി ഈ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും രണ്ടാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഹണിബി നഴ്സറി സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നഴ്സറി ടീച്ചേഴ്സിന്റെ പൊസിഷൻസ് ഉണ്ട്, ടീച്ചിങ് അസിസ്റ്റന്റിന്റെ പൊസിഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നഴ്സറി സ്കൂൾ ലെവൽ എക്സ്പീരിയൻസ് ഉള്ളവരോ ഒക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ലിങ്ക് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇതൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഗൾഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ്. അപ്പം ഇവിടെ കുറച്ച് 2025-26 വർഷത്തേക്ക് ദുബായിലേക്ക് കുറച്ച് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അമേരിക്കൻ IB സ്കൂളുകളിലേക്കാണ് ഈ വേക്കൻസീസ് ഉള്ളത്. അപ്പം ഈ കരിക്കുലത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുക. കൃത്യമായി ശ്രദ്ധിക്കുക, ഇതൊരു ഏജൻസി റിക്രൂട്ട്മെന്റ് ആണ്. അപ്പം
പൈസ കൊടുത്ത് ഒരിക്കലും ഇത് കേട്ടിട്ട് പൈസ കൊടുത്ത് ഒരിക്കലും നിങ്ങൾ ജോബ് വാങ്ങാനായിട്ട് ശ്രമിക്കില്ല. ആരെങ്കിലും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് നമ്മളുടെ 4ാമത്തെ വേക്കൻസിയിലേക്ക് പോകാം. 4ാമത്തെ വേക്കൻസി അൽസലാം പ്രൈവറ്റ് സ്കൂളിലേക്കാണ്. ഡ്രാമ ടീച്ചറുടെ വേക്കൻസിയാണ്. അപ്പം ഇവിടെ ഡ്രാമ ടീച്ചറിന്റെ റിക്വയർമെന്റുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം അയച്ചു കൊടുത്ത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഇനി 5ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അൽദാർ സ്കൂൾസിന് കീഴിലുള്ള വെർജീനിയ ഇന്റർനാഷണൽ പ്രൈവറ്റ് സ്കൂളിലേക്കുള്ള വേക്കൻസീസ് ആണ്. 2025-2026 അധ്യയന വർഷത്തേക്കുള്ള വേക്കൻസീസ് ആണ്. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. CV അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സബ്ജക്ട് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഏതാണോ അത് കൃത്യമായിട്ട് സബ്ജക്ട് ലൈനിൽ മെൻഷൻ ചെയ്യണം. മെൻഷൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഇമെയിലിൽ കൃത്യമായിട്ടൊരു ബോഡി ഉണ്ടായിരിക്കണം. പിന്നെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV വേണം അറ്റാച്ച് ചെയ്ത് അയക്കുവാനായിട്ട്. അപ്പൊ നമുക്ക് 6ാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇസ്ലാമിക് സ്കൂൾ UAയിലുള്ള ഇസ്ലാമിക് സ്കൂളിലേക്ക് ഇപ്പോൾ കുറച്ച് വേക്കൻസീസ് ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, അറബിക് സ്പീക്കിംഗ് ആയിട്ടുള്ളവർക്കുള്ളതാണ്. അപ്പം നമുക്കറിയാം UAയിലുള്ള പല ആൾക്കാർക്കും നല്ല ഫ്ലുവന്റ് ആയിട്ട് അറബി സംസാരിക്കാൻ അറിയാവുന്ന ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള മലയാളികളുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനി 7ാമത്തെ ജോബ് വേക്കൻസി ഇത് UAയിലെ ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റി അല്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഇത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൽ ഇന്ത്യയിലെ ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഒരു സീരീസ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇന്ത്യൻ ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് പ്രത്യേക ഒരു സീരീസ് തുടങ്ങാം. കാരണം ഇപ്പോൾ ഒത്തിരി ടീച്ചിങ് വേക്കൻസീസ് ഇന്ത്യയിൽ വരാറുണ്ട്. സൗത്ത് ഇന്ത്യയിലല്ല, നോർത്ത് ഇന്ത്യയിലും കേട്ടു നല്ല ടീച്ചിങ് ഓപ്പർച്യൂണിറ്റി നല്ല സാലറിയോട് കൂടി തന്നെ വരാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഈ വീഡിയോയുടെ കമന്റിൽ അത് അറിയിക്കുക. നമുക്ക് അങ്ങനെ ഒരു സീരീസ് തുടങ്ങാം. അപ്പം ഇത് നമ്മുടെ നാട്ടിലെ അദാനി ഗ്രൂപ്പും UAയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജെംസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പും കൂടെ ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന ഒരു പുതിയ സ്കൂളാണ് അദാനി ജെം സ്കൂൾ ഓഫ് എക്സലൻസ്. ലക്നൌവിലാണിത്. അപ്പം ഇവിടെ ടീച്ചേഴ്സിന്റെ റിക്വയർമെന്റ് ഉണ്ട്. മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ് സബ്ജക്ട്, നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതാണോ അതിൽ മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം, BEd ഉണ്ടായിരിക്കണം. അതുകൂടാതെ CTET അല്ലെങ്കിൽ സ്റ്റേറ്റ് ടെറ്റ് എക്സാമുകൾ പാസ്സായവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് ഗ്രാജുവേഷൻ, BEd, മോണ്ടിസോറി ട്രെയിനിങ്, പിന്നെ 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് സ്കൂളിൽ 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം നല്ല സാലറി ഉണ്ടാവും. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പല സ്കൂളുകളിലും ടീച്ചേഴ്സിന്റെ സാലറി വളരെ പരിതാപകരമാണ്. പക്ഷേ കേരളം വിട്ടുകഴിഞ്ഞാൽ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് അത്യാവശ്യം നല്ല സാലറി ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇന്ത്യൻ ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമ്മൾ വളരെ താമസിക്കാതെ തന്നെ ഇന്ത്യയിലെ ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊരു സീരീസ് തുടങ്ങുന്നതാണ്. അപ്പം 8ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ക്രാൻലിക് സ്കൂളിലേക്കാണ്, അബുദാബിയിലേക്കാണ്. ഇവിടെ ഓഗസ്റ്റ് 2025 അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ടീച്ചിങ് പൊസിഷനിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി 9ാമത്തെ ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അമിറ്റി സ്കൂൾ ദുബായിലേക്കാണ്. അതൊരു ലീഡിംഗ് CBSE സ്കൂളാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് പൊസിഷൻസ് എന്ന് പറയുന്നത്
സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, മലയാളം അല്ലെങ്കിൽ തമിഴ് ടീച്ചർ. അപ്പം പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മലയാളം ടീച്ചേഴ്സിന്റെ തമിഴ് ടീച്ചേഴ്സിന്റെ ഒക്കെ വേക്കൻസി ഉണ്ടോ എന്ന്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ലോക്കൽ കാൻഡിഡേറ്റ്സിനാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. UAE എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അത് കൂടാതെ നിങ്ങൾക്ക് BEd ഉണ്ടായിരിക്കണം, സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റസ്റ്റ് ചെയ്തവരുമായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇമെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് സബ്ജക്ട് ലൈനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് മെൻഷൻ ചെയ്യുക, ഒരു കവർ ലെറ്റർ ഉണ്ടാകുക, നിങ്ങളുടെ CV ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV അറ്റാച്ച് ചെയ്ത് വെക്കാനും ശ്രമിക്കുക. ഇനി അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റി, അതായത് 10ാമത്തെ ജോബ് വേക്കൻസി ജെംസ് ഫസ്റ്റ് പോയിന്റ് സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് പൊസിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 2025 അധ്യയന വർഷത്തേക്കുള്ള വേക്കൻസിയാണ്. അപ്പൊ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ BEd അല്ലെങ്കിൽ MEd ഉണ്ടായിരിക്കണം. പിന്നെ QTS ഓർ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ. QTS, അതിപ്പോ നാട്ടിലെ BEd ഉള്ളവർക്ക് QTS ലഭിക്കാൻ എളുപ്പമാണ്. അപ്പം QTS ലഭിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പൊ നാട്ടിൽ നിങ്ങൾ BEd കംപ്ലീറ്റ് ചെയ്ത് ഒരു 1 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UK-യിലെ ടീച്ചിങ് ലൈസൻസ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസ് ലഭിക്കും. അപ്പം അത് നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നേരത്തെ നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 11ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് 2025-2026 വർഷത്തേക്ക് അൽസലാം ചാർട്ടേഡ് സ്കൂളിലേക്ക്, താലിമിന് കീഴിലുള്ള അൽസലാം ചാർട്ടേഡ് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. ഇവിടെ ഇപ്പം ICT ടീച്ചേഴ്സിനും പ്രൈമറി ടീച്ചേഴ്സിനുമുള്ള ടീച്ചിങ് വേക്കൻസീസ് ആണുള്ളത്. ഈ 2 ടീച്ചിങ് വേക്കൻസീസിലേക്കുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. മറ്റുള്ള ടീച്ചിങ് ആപ്ലിക്കേഷൻസ് ഒന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം കറന്റ്ലി UAE-ലുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും കറന്റ്ലി UAE-ൽ അവൈലബിൾ ആയിട്ടുള്ള വിസിറ്റിംഗ് വിസയ്ക്കോ മറ്റേത് വിസയിലും ആയിക്കോട്ടെ UAE-ൽ അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഇതൊരു ചാർട്ടേഡ് സ്കൂളാണ്, അതായത് സെമി ഗവൺമെന്റ് സ്കൂൾ എന്ന് തന്നെ പറയാം. പിന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇമെയിലിന്റെ സബ്ജക്റ്റിൽ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ അവർ ഇന്റർവ്യൂവിനും ഡെമോ സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ടീച്ചറായിട്ടുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.